കോമഡി നല്ലതാണ്. ഇവരുടെ കോമഡി എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ തന്നെ പടം പോയിട്ടുണ്ട് കേട്ടോ. ഒരു ഷൈൻഡാക്കോ എല്ലാത്തിനും മാറി ഒരു ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അഭിനയത്തിലൊക്കെ ഇച്ചിരി പക്വതയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല പടം. കേട്ടോ തമാശയ്ക്ക് വേണ്ടി തമാശയല്ല. പക്ഷെ അവര് ഭയങ്കര അവരുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ട് അവർ കടന്നു പോകുന്നിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ കൂടി നമുക്കിത് വളരെ ആസ്വദിക്കാൻ വേണ്ടി തമാശകളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ബിജുമേനൻ ഉണ്ടായിരുന്നു. ബിജുമേനൻ നമ്മുടെ ജീവിത അവസ്ഥയാണ്. വളരെ കഷ്ടപ്പാടും അതൊക്കെയാണെങ്കിൽ കൂടി ഇതെല്ലാം നമുക്ക് ഭയങ്കര തമാശയായിട്ട് എന്റർടൈനിങ് ആയിട്ടാണ് ഒരുപാട് ഓരോ ഇൻസിഡൻസും അതെല്ലാം ഇങ്ങനെ മൂവി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കണക്ടിങ് ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് കുട്ടികളെ കോപ്പിയെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. മേബി എല്ലാ പടത്തിലും അതിൻ്റെതായ കുറേ പോസിറ്റീവായിട്ടുള്ള എന്റർടൈൻമെന്റ് ആസ്പെക്റ്റിൽ അടിപൊളിയായിരുന്നു. ആ കോപ്പിലേക്ക് കാണിക്കുന്ന രീതി വാസ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഓൾറെഡി ഉണ്ടാവും. കാണിക്കുന്ന രീതിയും അടിപൊളി. അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് പ്രവർത്തിക്കാൻ തന്നെ വേറെ നല്ല കാര്യങ്ങളുണ്ട്. ഇതിലും പ്രചോദനം കിട്ടട്ടെ എന്ന് എന്നുള്ള എൻ്റെ വിശ്വാസം. അത് നല്ലതാണ്. ഇഷ്ടപ്പെട്ടു. നീണ്ടൊരു ഒരു കാസ്റ്റാണ്. നമ്മുടെ റാഫി സാറൊക്കെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൽ ബാംഗ്ലൂർ വരെ അഭിനയിച്ച ഒരു സിനിമ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹമാണൊക്കെ തളർത്തു. പിന്നെ ബിജു മേനോൻ സാറും നമ്മുടെ ഷൈൻഡോൺ ചാക്കോ സാർ മത്സരിച്ച് അഭിനയിച്ച പിന്നെ എൻ്റെ ഒരു സിനിമ കൂട്ടുകാരൻ അഭിറാം ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഭിറാമിൻ്റെ ശക്തവും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് വേണ്ടത്. പൊളിറ്റിക്കൽ കോർഡിനേറ്റർ സിനിമ കോർഡിനേറ്ററായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് അഭിറാമിൻ്റെ ശക്തവും വ്യത്യസ്തമായ റോൾ ഇതിൽ പുതുമയായിട്ട് തോന്നുന്നു. പിന്നെ ഒരു പോലീസ് സ്റ്റോറിക്ക് ഉപരി ഒരു കോമഡി കോപ്പി അടിയുന്നതിന് പറയാം. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ പരീക്ഷ ജയിക്കുമെന്നും സൂചിപ്പിക്കുന്ന സിനിമയാണ്. പിന്നെ കോപ്പി അടിച്ചാൽ ചിലപ്പോൾ പിടിക്കപ്പെടാം, ജയിലിലാകുമ്പോൾ ഇത് കോമഡി എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി എല്ലാം ശരിയുള്ള ഒരു മികച്ചൊരു ഫൺ പാക്കേജ് സിനിമയാണ്. നമ്മുടെ വെള്ളിമൂക്കും ക്രിസ്ത്യൻ ബ്രദേഴ്സിനും ഷെർലക് ഹോംസിന് ശേഷം ബിജു മേനോന്റെ ഒരു നീണ്ടൊരു കാത്തിരിക്ക് ശേഷമാണ് ഇത്രയും നൈസായിട്ടൊരു കോമഡി സിനിമ കിട്ടുന്നത്. അപ്പോൾ ആഷിഖ് ഉസ്മാനെ നന്ദി പറയുന്നു. തുണ്ടെന്ന പടം അത് നല്ലൊരു കോമഡി എന്റർടൈനറായിട്ട് എനിക്ക് തോന്നി. അത് ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പുള്ള വെള്ളിമുടിയല്ലേ ആ ഒരു ലെവല് തന്നെ പടം. വെള്ളിമുടിയിലെ കോമഡിയും കാര്യങ്ങളൊന്നും ഇതിൽ അത്ര ഇല്ലെങ്കിലും ഇത് ഒരുമാതിരി കണ്ടിരിക്കാവുന്ന പടം. കോപ്പിയടി സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് അതുപോലെ ഡബിൾക്ക് കാരണം പറ്റില്ല. നമ്മുടെ തന്നെ ഷൈൻഡാക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു റോള് ഇതിൽ കണ്ടു. ഉള്ള റോളിനെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായിട്ട് തന്നെ. ഷൈൻഡോൺ ചാക്കോ കോമഡി ആയിട്ടാണ് അഭിനയിച്ചത്. കോമഡി അത്ര കോമഡി അല്ല, അത്ര കോമഡി ആയിട്ടില്ല. കുറച്ച് സീരിയസ് ആയിട്ട് അത്ര അത്യാവശ്യം കോമഡി എന്ന് പറയാൻ പറ്റില്ല.